कायक्लेश भयात्यजेत् दुःखमित्येव यत्कर्म कायक्लेशभयात् सकृत्वा राजसं त्यागं नैव त्यागफलं लभेत् सकृत्वा राजसं त्यागं नैव त्यागफलं लभेत्. ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട് ചൊല്ലാൻ സമയമുണ്ടോ മാതാജി? ചൊല്ലിക്കോട്ടെ മാതാജി. ഓക്കെ, ചൊല്ലിക്കോളൂ. ശ്രീദേവി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മനോകുമാർ പ്രഭുജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ മാതാജി. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രദീപ് പ്രഭുജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ മാതാജി. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി ചൊല്ലിക്കോളൂ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അലി മാതാജി സ്റ്റാർട്ട് ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുടങ്ങാം അല്ലേ? തുടങ്ങിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ ബാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ 18ാമത്തെ അധ്യായമാണ് പഠിക്കുന്നത്. ഭഗവത്ഗീതയുടെ എല്ലാ കാര്യങ്ങളും വീണ്ടും ഉൾക്കൊള്ളുന്ന അവസാനത്തെ അധ്യായമാണ് 18ാമത്തെ അധ്യായം. അർജുനൻ സംശയം ചോദിച്ചു, രണ്ടും ത്യാഗം തന്നെയല്ലേ? സന്യാസം എന്ന് പറഞ്ഞാലും ത്യാഗമാണ്, ത്യാഗം എന്നും ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു പദമാണ്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്നോട് വേറെ വേറെ പറയാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇത് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ 3 തരത്തിലുള്ള ത്യാഗമുണ്ട്, അതിനെ കുറിച്ച് ആദ്യം പറയാം. എന്തായാലും സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കലാണ്. ഒന്നും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ത്യജിക്കുക. സന്യാസികൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല. എന്നാൽ ത്യാഗം എന്ന് പറഞ്ഞാല് യജ്ഞം, ദാനം, തപസ്, ഈ 3നെയും ഒഴികെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ കർമ്മ ഫലങ്ങൾ ത്യജിക്കണം എന്നുള്ളതാണ് പറഞ്ഞു. യജ്ഞദാന തപസ് ഒരിക്കലും ത്യാജ്യം, അത് അനുഷ്ഠിക്കുക തന്നെയാണ് വേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കാൻ കർമ്മം ചെയ്യാതെ പറ്റില്ല, പക്ഷെ കർമ്മ ഫലം ഉപേക്ഷിക്കാം, അങ്ങനെ ചെയ്യണം. അതാണ് ത്യാഗം. പിന്നെ
മൂന്ന് തരം കർത്താവ് ആരാണ് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് സാത്വികമായിട്ടുള്ള ത്യാഗം, രാജസമായിട്ടുള്ള ത്യാഗം എന്നൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു. മൂന്ന് തരം ജ്ഞാനം എന്താണ്, സാത്വിക ജ്ഞാനം എന്താണ്, സകല ചരാചരങ്ങളിലും ബാഹ്യമായിട്ടുള്ള ആകൃതി പലവിധാണ് എങ്കിലും ഒരേ ഒരു ചൈതന്യം എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും തന്നെ ഒരു മുത്തുമാലയിൽ കോർത്തിട്ടുള്ള പലവിധ മണികൾ എന്നതുപോലെ ഒരേ ഭഗവാന്റെ അംശമാണ്. അതിൻ്റെ ഉള്ളിൽ ആ നൂല് പൊട്ടിപ്പോയാല് പലതരത്തിലായി ചെതറിപ്പോവും, പിന്നെ അത് കാര്യമില്ലാണ്ടാവും. അതുകൊണ്ട് ഒരേ ചൈതന്യം കൊണ്ടാണ് ഈ 84 ലക്ഷം ജീവികളും ഇവിടെ കഴിഞ്ഞു പോണത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് സാത്വിക ജ്ഞാനം. അത് ഓരോ ഈ 84 ലക്ഷം ഉണ്ടാവുന്നത് അവരവരുടെ പൂർവകർമ്മ ഫലം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇതൊന്നും ഒന്നല്ല എന്ന തോന്നലാണ് രാജസ ജ്ഞാനം. അവർ വിചാരിക്കുന്നത് ദേഹം നശിക്കുമ്പോൾ എല്ലാം തീർന്നു എന്നാണ്. പിന്നെ മൂന്നാമത്തെ കൂട്ടരാണ് താമസജ്ഞാനം. അവർക്ക് ഈ സത്സംഗോ ഗുരുവോ ഒന്നും വേണ്ട. അവർക്ക് ഒരു പരജന്മം, ഇനിയൊരു ജന്മത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ജീവാത്മാവ് ഇങ്ങനെ പോകും, പുറത്തു പോകും, പരമാത്മാവിനോട് ചേരലാണ് അതിൻ്റെ ലക്ഷ്യം. അതാണ് ജീവിതം കിട്ടിയിട്ടുള്ള നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. അങ്ങോട്ട് എത്താനുള്ള കർമ്മങ്ങളാണ്. അതിനാണ് ഈ ത്യാഗം ചെയ്യണം, ദാനം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഒന്നും അവർക്ക് ഒരു വിശ്വാസമില്ല. അവരുടെ ഈശ്വരൻ എന്താണ്? ധനമാണ്, ഭക്ഷണം, ഉറക്കം, ഭയം, മൈഥുനം, ഇത് മാത്രമാണ് അവരുടെ. അതായത് മൃഗതുല്യമാണ്. വിശേഷ ബുദ്ധി ഭഗവാൻ മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. അതെന്തിനാന്ന് വെച്ചാല് ഭഗവാനിലേക്ക് അടുക്കാനാണ്. അതൊക്കെ മറന്ന് ജീവിക്കുന്ന ആ ആൾക്കാരാണ് താമസ ബുദ്ധി എന്ന് പറഞ്ഞു. പിന്നെ മൂന്ന് തരം കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. വിധിച്ചത് എന്താണ്, എൻ്റെ നിയത കർമ്മം എന്താണ് എന്ന് വിചാരിച്ചിട്ട് ഫലാസക്തി ഇല്ലാതെ തൻ്റെ കടമയാണ്, ഞാൻ അമ്മയെ നോക്കാം, പക്ഷെ അമ്മയുടെ സ്വത്ത് എനിക്ക് തരണം, അങ്ങനെയുള്ള ഫലാസക്തി ഇല്ലാതെ ചെയ്യുന്നതാണ് സാത്വിക കർമ്മം. ഭഗവാൻ സന്തോഷിക്കണം എന്ന് മാത്രമേ അവർ വിചാരിക്കുകയുള്ളൂ. പിന്നെ അഹങ്കാരത്തോടെ ഫലാസക്തിക്ക് വേണ്ടി ക്ലേശിച്ച് ചെയ്യുന്നതാണ് രാജസം. അതിന് ഉദാഹരണമായിട്ട് ദക്ഷന്റെ കഥ പറയും. നിങ്ങൾക്ക് അറിയുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ വിശദമായിട്ട് ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ അഹങ്കാരിയായിട്ടുള്ള ദക്ഷൻ എങ്ങനെയാണ് ശിവനെ ദ്വേഷിച്ചത്, അതിന്റെ ഫലമായിട്ട് എന്തെന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ വിസ്തരിച്ചിട്ട് അറിയുണ്ടാവും. സാധാരണ പറയുന്ന ഒരു കഥയല്ലേ. പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും വേണ്ടില്ല, എനിക്ക് മാത്രം സന്തോഷിക്കണം, ഞാൻ എന്നുള്ള ആ വിചാരത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് താമസം എന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ ഉദാഹരണമായിട്ട് രാവണനെയും ജരാസന്ധനെയും ഹിരണ്യകശിപുവിനെയും ഒക്കെ പറഞ്ഞു. ഇനി മൂന്ന് തരം കർത്താക്കന്മാരാരാണ്? 26ാമത്തെ ശ്ലോകം മുതൽ പറയാം. 26. മുക്തസംഗോ അനഹംവാദി ധൃതി ഉത്സാഹ സമന്വിത സിദ്ധ്യോർ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർത്താവ് എന്ന് പറയാ. നമ്മൾ ഓരോരുത്തരും കർത്താവ് തന്നെയാണ്. അത് മൂന്ന് തരത്തിലുണ്ട്. അവരുടെ ഈ സാത്വിക എന്ന് പറയുന്ന ആദ്യം പറഞ്ഞിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ആ ആൾക്കാരുടെ പ്രവൃത്തികള് സംഘം ഇല്ല, ഒട്ടലില്ല, ഞാനാണ് ചെയ്യുന്നത്, അതിന്റെ ഫലം എനിക്ക് തന്നെ വേണം എന്നുള്ള ആ ഒരു വിചാരം ഇല്ല. അതാണ് മുക്തസംഘം. സംഘം ഇല്ല. പിന്നെ സ്ഥിര നിശ്ചയത്തോടു കൂടിയാണ് അവർ ചെയ്യുക. ഇത് ഞാൻ എന്തായാലും ചെയ്യും എന്ന ഉത്സാഹത്തോടു കൂടി. പിന്നെ അഹംവാദി, അഹങ്കാരം ഇല്ലാതെ. സിദ്ധി അസിദ്ധ്യോർ നിർവികാര. കിട്ടിയാലും ഫലം, കിട്ടിയില്ലെങ്കിലും, വിജയം വന്നാലും പരാജയം വന്നാലും ഒരുപോലെ അവർ അക്ഷോഭ്യനായിട്ടിരിക്കും. കുട്ടികളോട് അവര് നല്ല രീതിയിൽ പെരുമാറാത്ത കുറേ അധികം കുടുംബങ്ങൾ ഇപ്പം ഉണ്ടല്ലോ. അവരോട് ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്, നിങ്ങൾക്ക് വേണ്ടി എത്ര പണം ചെലവാക്കി, എത്ര വിഷമിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും അവര് പറയില്ല. അതുപോലെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുകയാണെങ്കിൽ വെഹിക്കിൾ കിട്ടാനായിട്ട് കാത്തു നിന്നാല് എത്ര സമയം കാത്തു നിൽക്കുന്നത്, എന്തൊരു കഷ്ടമാണ്.
അല്ലെങ്കിൽ ഇത് എന്തൊരു കാലാവസ്ഥയാണ്. അങ്ങനെ പ്രകൃതിയിലെ ഭഗവാന്റെ കാര്യങ്ങളോട് ഒന്നിനെ പറ്റിയും അവര് പരാതി പറയില്ല. അത് മാത്രല്ല, ഉത്സാഹത്തോട് കൂടിയിട്ട് എന്ത് തന്നെ വന്നാലും ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മഫലമാണ്, ഇതിന് ഞാൻ അർഹയാണ്, അത് കഴിഞ്ഞു പോട്ടെ, ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മനസ്സന്താപം വരുന്നത്, അത് ഈ ജന്മത്തിൽ അങ്ങനെ കഴിഞ്ഞു പോട്ടെ, അപ്പൊ പിന്നെ ഭഗവാനിലേക്ക് എത്താൻ എനിക്ക് കൂടുതൽ സാധിക്കൂലോ എന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് ഇരുന്ന് നോക്കൂ. അപ്പൊ മനസ്സിന് നല്ല സന്തോഷാവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെ ആ ആളുടെ മുഖത്ത് ഇത്രയൊരു സന്തോഷം എന്ന് മറ്റുള്ളവർ പറയും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് സാത്വികമായിട്ടുള്ള കർത്താവ് എന്ന് പറയുന്നത്. 27ാമത്തെ ശ്ലോകം. രാഗീ കർമ്മഫലപ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോശുചി ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കിക്കോളൂ കേട്ടോ. ഇതിൽ സ്ലൈഡ്സിൽ എല്ലാ ശ്ലോകവും ഇല്ല. രാഗികളാവും അവര്. രാഗി എന്ന് പറഞ്ഞാൽ ബന്ധനം ഉള്ളവര്, എല്ലാത്തിനോടും ഇഷ്ടമുള്ളവര്, ഫലത്തിനോട് ഒട്ടലുള്ളവര്, അവര് ലോഭികളും ആയിരിക്കും. ലുബ്ധന്മാര്, പോരാ പോരാ കുറച്ചും കൂടി വേണം എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഇത്രയും ഇല്ലാത്തവരെത്രയുണ്ട്, ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് അവര് വിചാരിക്കേയില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മത്സരബുദ്ധി, അസൂയ, ഈർഷ്യ, ഹിംസ, പരോപദ്രവം. അതൊക്കെ ഈ രാജസക്കാരുടെ ഒരു സ്വഭാവമാണ്. മാത്രല്ല മനസ്സിനും ശുദ്ധി പോരാ. ഒന്ന് മനസ്സിൽ വിചാരിച്ച് വേറൊന്ന് പറയും അവര്. പറയരുത്, അല്ലെങ്കിൽ കുറച്ച് രഹസ്യമാണ്, മറ്റുള്ളവർക്ക് വേദനിക്കും എന്നുള്ള കാര്യം അവര് പറഞ്ഞുകൊണ്ട് നടക്കും. സുഖം വന്നാൽ അവര് വല്ലാതെ തുള്ളിച്ചാടും, വിഷമം വന്നാല് തളരും. പിന്നെ തളർച്ച മാറ്റാനായിട്ട് ലഹരി, മദ്യം ഒക്കെ കുടിക്കും. ഇതൊക്കെ ആരുടെ ഗുണാണ്? രാജസ സ്വഭാവികളുടെ ഗുണമാണ്. രാഗി കർമ്മഫലപ്രേപ്സുർ, കർമ്മഫലത്തിനോട് അത്യാഗ്രഹമുള്ളവരായിരിക്കും. ലുബ്ധരായിരിക്കും, പിശുക്കന്മാരായിരിക്കും. ഹിംസാത്മകോ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. അശുചി, വീട്ടിലായാലും വീടിന്റെ പുറത്തായാലും കിടക്കുന്ന മുറിയിലായാലും അവനവന്റെ ശരീരമായാലും മനസ്സായാലും ഒക്കെ ശുചിത്വത്തോടുകൂടി വെക്കണം. അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഹർഷശോകാന്വിത കർത്ത, ചെറിയ കാര്യം വരുമ്പോഴേക്കും സന്തോഷിക്കും, അല്ലെങ്കിൽ വിഷമിക്കും. അങ്ങനെയുള്ളതിനെയാണ് രാജസ പരികീർത്തിത. ഇനി താമസം എന്താണ്? 28ാമത്തെ ശ്ലോകം. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നൈഷ്കൃതി കോ അലസ വിഷാദി ദീർഘസൂത്രീ ച കർത്ത താമസ ഉച്യതേ. അയുക്തൻ, വേദവിഹിതം അല്ലാത്ത കാര്യങ്ങളെ ചെയ്യുള്ളൂ, യാതൊരു മര്യാദയുമില്ല, ഒരു നിയമവുമില്ല, വാക്കു പാലിക്കില്ല. അങ്ങനെയുള്ളവരാണ് ഈ താമസന്മാര്. മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ ഈ പ്രവൃത്തി വിഷമാവോ, വിഷമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കും. ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. മറ്റുള്ളവരെ ഒരു സാഡിസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നെ എപ്പോഴും ഒരു ദേഷ്യഭാവം അല്ലെങ്കിൽ വിഷാദഭാവം ആണ് അവർക്ക് ഉണ്ടാവുക. ദീർഘസൂത്രം എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. അതായത് ഇപ്പൊ ചെയ്യേണ്ടത് പിന്നെ ചെയ്യാന്ന് പറയും, ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാന്ന് പറയും. ഭഗവാൻ എന്താ പറഞ്ഞേക്കുന്നത്? നാളെ ചെയ്യേണ്ടത് ഇന്നു താൻ ചെയ്യുക, ഇന്നു ചെയ്യേണ്ടത് ഇപ്പോൾ താൻ ചെയ്യുക എന്നാണ്. ഈ താമസ സ്വഭാവക്കാര് അങ്ങനെയല്ല, അവര് ദീർഘസൂത്രികളാണ്. അവരിങ്ങനെ നീട്ടി വെക്കും. പിന്നെ ഉറങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ അവര് ഒരുപാട് നേരം ഉറങ്ങും. രാവിലെ ആയാലും ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. 10 മണിയൊക്കെ ആയിട്ട് എണീക്കുക, 2 മണിയായിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അലസരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ടു പോണവരുമാണ് ഈ താമസ സ്വഭാവികൾ. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ്. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നൈഷ്കൃതികോ അലസ വിഷാദി, എപ്പോഴും വിഷാദഭാവം. ദീർഘസൂത്രി, ചെയ്യേണ്ടത് നീട്ടിക്കൊണ്ടുപോകും. കർത്ത താമസം ഉച്യത, അതാണ് താമസമായിട്ടുള്ള ആളുകളുടെ സ്വഭാവം. ഇനി ബുദ്ധി 3 തരത്തിലുണ്ട് എന്ന് പറയുന്നത് 29ാമത്തെ ശ്ലോകത്തിൽ. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ
ഗുണ ത്രിവിധം ശൃണു പ്രോച്യമാനം അശേഷേന പൃഥക്ത്വേന ധനഞ്ജയ. ഇതുപോലെ ബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും 3 വിധ ഭേദങ്ങളുണ്ട് അർജുന, അത് ഞാൻ പറഞ്ഞുതരാം. 30-ാമത്തെ ശ്ലോകം. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് ചെയ്യേണ്ടത്, ബന്ധം എന്ത്, മോക്ഷം എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ബന്ധനം വരിക, എങ്ങനെ ചെയ്താലാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ മോക്ഷം എന്ന കാര്യം സാധിക്കുക, ഇതൊക്കെ വേർതിരിച്ച് അറിയാവുന്ന ബുദ്ധിയാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. അത് അവർക്ക് പ്രവൃത്തിയും നിവൃത്തിയും എന്താന്ന് അറിയാം. പ്രവൃത്തി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യാം, അവരവരുടെ കുടുംബം മാത്രം, അതിന്റെ സന്തോഷം മാത്രം ഒക്കെ ഇങ്ങനെ ചെയ്ത് ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നല്ല ഭക്ഷണത്തിനോട് ഇഷ്ടം, നല്ല വസ്ത്രം ധരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചും കൂടി വില കിട്ടണമെന്ന് ആഗ്രഹിക്കുക, തന്നെക്കാളും കുറച്ച് ചെറിയ ആൾക്കാരെ വലിയൊരു ബഹുമാനമൊന്നും ഇല്ലാതിരിക്കുക, അതൊക്കെയാണ് ഈ ബന്ധനം. പ്രവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാല് അതിനൊക്കെ എതിരായിട്ടുള്ള കാര്യം. ആധ്യാത്മികതയിലേക്ക് കൂടുതൽ സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, അറിവ് നേടുക, അമ്പലത്തിലേക്കൊക്കെ പോവുക, ധാരാളമായിട്ട് നാമം ജപിക്കുക, അങ്ങനെയുള്ള സദ്ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത പോലെയുള്ളതൊക്കെ മനസ്സിലാക്കാൻ താല്പര്യം തോന്നുക, അതൊക്കെയാണ് നിവൃത്തി മാർഗം. ഇപ്പൊ ഈ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ നിവൃത്തി മാർഗമാണ്. അതുപോലെ തന്നെ അപ്പൊ പ്രവൃത്തി നിവൃത്തി എന്താന്ന് പറഞ്ഞു. ഇനി കാര്യം അകാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എത്ര കാലം ആയുസ് ഉണ്ടാവും എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്നെന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ വിചാരം മനസ്സിൽ കൊണ്ടുവരിക, അത് പ്രാവർത്തികമാക്കുക. അകാര്യം എന്ന് പറഞ്ഞാലും അത് തന്നെ, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ആ വിവേകം എന്ന് പറയുന്നത് അതുണ്ടാവും, സാത്വികരുടെ സ്വഭാവമാണ്. പിന്നെ ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക, മറ്റുള്ളവരെ കുറ്റം കേൾക്കുക, നുണ പറയുക, ഏഷണി പറയുക, അതൊക്കെയാണ് ഭയപ്പെടേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടൊക്കെ പാപമുണ്ടാവും, അതിനെ ഒഴിവാക്കണം. പിന്നെ ഭയപ്പെടേണ്ടാത്ത കാര്യം, ഭഗവാൻ അഭയം തരുന്ന കാര്യങ്ങൾ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ചെയ്യും അവര്. പരന്മാരെ സഹായിക്കുക, അവരുടെ വിഷമത്തില് സമാധാനിപ്പിക്കുക, ദാനം ചെയ്യുക, അതൊക്കെ. പിന്നെ പറഞ്ഞത് ബന്ധത്തിനെയും മോക്ഷത്തിനെയും അറിയണം. ബന്ധം എന്ന് പറഞ്ഞാല് കർമ്മങ്ങള് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത്, അതുപോലെ ദുസ്സംഗം, അതൊക്കെ ബന്ധമുണ്ടാക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്കുള്ള മാർഗം, സത്സംഗമൊക്കെ അതാണ്. അപ്പൊ ഇതിനെയൊക്കെ വേർതിരിച്ചറിയാൻ ഭാഗ്യമുള്ളവരാണ് സാത്വിക ബുദ്ധി. അവർക്ക് ഒരിക്കലും അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പറയണ്ടായിരുന്നു എന്ന കാര്യം തോന്നില്ല. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്, അവര് വേണ്ടത് വേണ്ടപ്പോ വേണ്ടതുപോലെ പറയുന്നവരാണ്. അതാണ് സാത്വിക ബുദ്ധിയുടെ ലക്ഷണമായിട്ട് ഭഗവാൻ പറഞ്ഞത്. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. എന്താണ് ചെയ്യേണ്ടത്, ചെയ്തു കൂടാത്തത് എന്താണ്, ഭയം എന്തിനെയാണ് വേണ്ടത്, ഭയപ്പെടേണ്ടാത്തത് എന്താണ്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് എന്താണ് എന്നൊക്കെ അറിയണതാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. ഇപ്പൊ ബന്ധം വേണ്ടേ, കുട്ടികളെയൊക്കെ ബന്ധം വേണ്ടേ, നല്ല അടുപ്പത്തോടു കൂടി അവരെ വളർത്തണ്ടേ എന്നാണ് വെച്ചാല് അങ്ങനെ വേണം. പക്ഷെ ഒരു പ്രായമാവുമ്പോ പിന്നെ മെല്ലെ മെല്ലെ അവരെ സ്വതന്ത്രരാക്കിയിട്ട് വിടണം. ഈ കിളികളൊക്കെ അങ്ങനെയാണ്, കണ്ടിട്ടില്ലേ? അവര് പ്രസവിക്കാറാവുമ്പോ, മുട്ടയിടാറാവുമ്പോ അവര് നല്ല ഭംഗിയായിട്ട് സേഫായിട്ട് മുട്ടയിടാനുള്ള ആ ഒരു കൂട്, നമുക്ക് അത്ഭുതം തോന്നും. അവരെങ്ങനെയാണ് ഈ കൂടുണ്ടാക്കുന്നത്, കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന കൂടുകളൊക്കെ. അല്ലെങ്കിൽ സാധാരണ കാണുന്നതാണ്, പല ദിക്കുന്നും ഈ കഷ്ണങ്ങളും നാരുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് അവര് വളരെ വൃത്തിയോട് കൂടിയിട്ട് ഒരു കൂടുണ്ടാക്കും. കാക്കയും പൂച്ചയൊന്നും കൊണ്ടുപോകാത്ത പോലുള്ള സ്ഥലത്ത്, അവർക്കൊന്നും കയറി പറ്റാൻ പറ്റാത്ത മരത്തിന്റെ ഭാഗത്തോ വീടിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അവർ കൂടുണ്ടാക്കും. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് അനങ്ങാതെ ഇരിക്കണ പോലെ മുട്ടയിട്ട് വെക്കും. ആ മുട്ടയുടെ മേലെ അടയിരിക്കും. അങ്ങനെ അവസാനം അത് വിരിയണ വരെ ആ പെൺപക്ഷി, അമ്മ പക്ഷി അതിനെ സംരക്ഷിക്കും. വിരിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കൊക്ക് പിളർത്തി ഭക്ഷണം ചോദിക്കുമ്പോൾ
അമ്മ കിളി പറന്നു പോയി എവിടെന്നെങ്കിലൊക്കെ അതിനെ പുഴുവിനെ ഭക്ഷണത്തിനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് അതിന് ചിറക് വിരിച്ചു പറക്കാറായ അമ്മ കിളി ടാറ്റ പറഞ്ഞ് അതിന്റെ വഴിക്ക് പോകും. പിന്നെ ഈ കുട്ടികളാണ് അവരുടെ കാര്യം കണ്ടെത്തേണ്ടത്. അല്ലാതെ മരണം വരെ ഇവരുടെ പിന്നാലെ, ഇവരുടെ കുട്ടികളുടെ പിന്നാലെ, അവരുടെ കുട്ടികളുടെ പിന്നാലെ അങ്ങനെ പോകരുത് എന്നാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. അങ്ങനെ പോയാൽ നമുക്ക് ഭഗവാനിലേക്ക് തിരിയാനുള്ള ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ടാണ് 31ാമത്തെ ശ്ലോകം. യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി. എന്താണ് രാജസമായിട്ടുള്ള ബുദ്ധി? നേരത്തെ പറഞ്ഞതിനൊക്കെ അത്രയും അറിയാത്തത്. ചെയ്യേണ്ടതിന് ചിലപ്പോ വിപരീതമായിട്ട് പ്രവർത്തിക്കും, പിന്നെ വിഷമിക്കും. അതൊക്കെയാണ് രാജസ സ്വഭാവികളുടെ ധർമ്മം. ധർമ്മത്തെയും അധർമ്മത്തെയും, ചെയ്യേണ്ടതിനെയും ചെയ്യാൻ പാടില്ലാത്തതിനെയും ഒക്കെ വേർതിരിച്ചറിയില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ അയ്യോ അത് ശരിയായില്ലല്ലോ എന്ന് വിചാരിക്കും. ഇനി താമസ ബുദ്ധി എന്താണ്? അധർമ്മം ധർമ്മം ഇതിയ മന്യതേ താമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസി. ചെയ്യാൻ പാടില്ലാത്തതിന് ചെയ്യും, ചെയ്യേണ്ടതിന് ചെയ്യൂല. അതാണ് ഹേ പാർത്ഥ വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനം. അവർക്ക് നല്ല ബുദ്ധി തെളിയില്ലല്ലോ, ചെയ്യേണ്ടതൊന്നും ചെയ്യണില്ല, നല്ല ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കേൾക്കണില്ല, നാമം ജപിക്കണില്ല. നാമജപം മാത്രം മതി. ജപിച്ച് 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 ശ്രദ്ധയോടെ ജപിച്ചാൽ തീർച്ചയായിട്ടും മനസ്സ് ശുദ്ധമാകും. ശുദ്ധമായ മനസ്സിൽ വേണ്ടത്ര ജ്ഞാനം ഭഗവാൻ തരും. അതൊന്നുമില്ല, നാമം ചെല്ലുകയില്ല. അങ്ങനെയുള്ള താമസ ബുദ്ധികൾക്ക് വ്യാമോഹാണ്, തെറ്റിദ്ധരിക്കും അവര്. അതാണ് ശരി എന്ന് വിചാരിക്കും. അന്ധകാരമാണ്, അറിവില്ല അവർക്ക്. അങ്ങനെ അധർമ്മത്തിനെ ധർമ്മമായും ധർമ്മത്തിനെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് ഈ കൈക്കൂലി വാങ്ങുക അങ്ങനെയുള്ളതൊക്കെ ആണ് താമസമായിട്ടുള്ള ബുദ്ധി എന്ന് അറിയുക. 33ാമത്തെ ശ്ലോകം. ധൃത്യ. ഇനി ധൃതികളും 3 തരത്തിലുണ്ട്. ധൃതി എന്ന് പറഞ്ഞാല് നിശ്ചയദാർഢ്യം, അത് 3 തരത്തിലുണ്ട്. ധൃത്യ യയാ ധാരയതേ മന പ്രാണേന്ദ്രിയ ക്രിയ യോഗേന അവ്യഭിചാരിണ്യ ധൃതി സ പാർത്ഥ സാത്വികി. യോഗ പരിശീലനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. ധൃത്യായയ, നിശ്ചയ ബുദ്ധിയോടുകൂടി ഏതൊരു ആൾക്കാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? മന പ്രാണ ഇന്ദ്രിയ ക്രിയ, അതിനെയൊക്കെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം, പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ പറ്റണം. ചിലപ്പോൾ അത് നമ്മളെങ്ങനെ ആകർഷിക്കും, പക്ഷെ നമ്മൾ ഈ അമ്പറ്റയുടെയും വണ്ടിന്റെയും ആനയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. യോഗേന അവ്യഭിചാരിണി. വ്യഭിചാരിണി എന്ന് പറഞ്ഞാല് വിളിക്കുന്നവരുടെ ഒക്കെ കൂടെ പോണതാണ്. അവ്യഭിചാരിണി എന്ന് പറഞ്ഞാല് ഒരു കാഴ്ചയും ആകർഷിച്ചാലും അതിന്റെ പിന്നാലെ പോവില്ല, ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള വ്യതിചലിക്കാത്ത ബുദ്ധിയോട് കൂടിയിട്ടുള്ളതാണ് സാത്വികമായിട്ടുള്ള ദൃഢത, ധൃതി എന്നറിയുക. സത്വം, രജസ്, തമസ്, അതിനെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരണത്. മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയം, ക്രിയ, അതൊക്കെ മനസ്സിന്റെ ചിന്തകള്, ബുദ്ധിയുടെ മാർഗം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ നേരായ വഴിയിൽ കൂടിയാവും. അവര് വളരെ ആലോചിച്ച് നിശ്ചയം എടുക്കുള്ളൂ. എടുത്താൽ പിന്നെ അത് നല്ലതായിരിക്കും, അതൊന്നും പിന്മാറൂല. അതവര് യോഗാനുഷ്ഠാനം കൊണ്ടും ജപം കൊണ്ടും ഒക്കെ അവരുടെ മനസ്സിൽ വേണ്ടത് വേണ്ടപ്പോ തോന്നും. അവ്യഭിചാരിണിയായിരിക്കും, ഒരു ചാബല്യവും ബാധിക്കാതെ ഉള്ളതായിരിക്കും. അവരുടെ പ്രവൃത്തികളൊന്നും പകുതിക്ക് വെച്ച് നിർത്തേണ്ടിയും വരില്ല. ഇനി രാജസമായിട്ടുള്ള ധൃതി എന്താണ്? യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ഫലകാംക്ഷി ധൃതി സാ പാർത്ഥരാജസീ. ചിലര് ഞാൻ ധർമ്മം തന്നെയാണ് ചെയ്യണത്, പക്ഷെ അത് 4 ആള് കാണണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയൊക്കെ നോക്കും, പക്ഷെ പറഞ്ഞു നടക്കും, കണ്ടില്ലേ ഞാൻ അവരെ ഒരു സ്ഥലത്തും കൊണ്ടാക്കില്ല, ഞാൻ നന്നായിട്ട് നോക്കും എന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെ ചെയ്യും.
പിന്നെ ഓഫീസിലാണെങ്കിലൊക്കെ വല്ല ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യും. അധികാരികൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ചെയ്യില്ല, ഉള്ള ദിവസം അവരെ പ്രീതിപ്പെടുത്തുക, അതാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യും. പണം ദാനം ചെയ്യും, പക്ഷെ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാരെയൊക്കെ കാണിക്കും. അങ്ങനെ ധർമ്മം ചെയ്യും വേണം, കുറെ അർത്ഥം അതുകൊണ്ട് നേടും വേണം. എനിക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടുള്ള ആ തരം ബുദ്ധിയാണ് രാജസ ബുദ്ധി എന്നറിയുക. തനിക്ക് ഇഷ്ടമുള്ളവരോടും തൻ്റെ ഇഷ്ടപദാർത്ഥങ്ങളോടും ഒക്കെ വല്ലാത്ത മമത ഉണ്ടാവും. എത്ര ഡ്രസ്സ് വാങ്ങിയാലും മതിയാവില്ല, ആഭരണം വാങ്ങി കൂട്ടും, പാത്രങ്ങൾ കുറെ വാങ്ങും, അങ്ങനെ മതി എന്ന് പറയാത്ത ആ ഒരു സ്വഭാവമാണ് രാജസമായിട്ടുള്ള ധൃതി. 35-ാമത്തെ ശ്ലോകം. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ജതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസി. താമസമായിട്ടുള്ള ആ നിശ്ചയം എന്ന് പറഞ്ഞാല് ഉറക്കം, ഭയം, ദുഃഖം, അശുഭചിന്ത, ഗർവം, ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉറങ്ങാനായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും അത് ബുദ്ധിശൂന്യമായിട്ടാണ്. ഞാൻ ഈ ലോകം കീഴടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ അതിനൊരു പ്രവൃത്തിയും ചെയ്യില്ല. എന്തെങ്കിലും ചെയ്യണുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റിയ തെറ്റായ വഴികൾ മാത്രമേ അവർ തിരഞ്ഞെടുക്കൂ. കളവ് ചെയ്യും, അതുപോലെ മന്ത്രവാദം, തകിട് കിട്ടുക, അങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പം ഈ ധനാകർഷണ ഭൈരവ യന്ത്രം എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെയൊക്കെ പിന്നാലെ പോണത് ഭഗവാനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതാണ് താമസികളുടെ ഒരു സ്വഭാവമാണ്. ഇനി 36, 37 ഇതിലൊക്കെ പറയണത് 38. 3 തരം സുഖങ്ങളുണ്ട് എന്നാണ്. 36 സുഖം തു ഇദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഖച്ഛതി. ദുഃഖം, അവസാനം ദുഃഖം കിട്ടുന്നത് പല പ്രവൃത്തികളുമുണ്ട്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സുഖമാണ്, ചിലത് പ്രവർത്തിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും സുഖമാണ്. അങ്ങനെയുള്ള 3 തരം സുഖത്തിനെ കുറിച്ച് ഞാൻ ഇനി പറഞ്ഞു തരാം. 37-ാമത്തെ ശ്ലോകം. യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത് സുഖം സാത്വികം പ്രോക്ത ആത്മബുദ്ധി പ്രസാദജം. തുടങ്ങുമ്പോ തന്നെ ചിലപ്പോ അത്ര സന്തോഷം തോന്നില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ ഞാൻ പഠിച്ച അക്കരയ്ക്ക് പോകും. അങ്ങനെ അതാണ് അഗ്രേ വിഷം ഇവ. കുറച്ച് തുടക്കത്തില് അത് നമ്മളെ പിന്നോട്ട് നയിക്കും. വിഷമാണ്, വേണ്ട വേണ്ട അങ്ങനെ തോന്നും. പക്ഷെ പരിണമിക്കും തോറും, മുന്നോട്ട് പോകും തോറും അമൃതോപമമാണ്. തത് സുഖം സാത്വികം. അങ്ങനെ ലഭിക്കുന്ന ആ സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖം. അതിൻ്റെ ഗുണം ആത്മബുദ്ധി പ്രസാദകമാണ്. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്തോറും സന്തോഷമായിട്ട് പോവും. അത് ആത്മാവിനെ പ്രസാദിപ്പിക്കും. ഇപ്പൊ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവും. മദ്യമായാലും കാപ്പി ചായ ആയാലും ഒക്കെ അങ്ങനെ തന്നെ വേണ്ടാന്ന് വെക്കാൻ, അതാണ് സാത്വികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആദ്യം വിഷം പോലെ തോന്നിയാലും പിന്നീട് ബുദ്ധിമുട്ടി അങ്ങനെ മുന്നോട്ട് പോയാല് അതിന് സന്തോഷമുണ്ടാവും. അതിൻ്റെ ആ മുഖം, ബുദ്ധി, ആത്മാവൊക്കെ ഇങ്ങനെ പ്രസാദിക്കും. അതിനെയാണ് സാത്വിക സുഖം എന്ന് പറയുന്നത്. നേരത്തെ എണീക്കുക, ജപിക്കുക, ഏകാദശി നോക്കുക, അതൊക്കെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ്. പക്ഷെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്നാൽ പിന്നെ അത് സുഖമായിട്ട് വരും. അതാണ് സാത്വികമായിട്ടുള്ള സുഖം. 38-ാമത്തെ ശ്ലോകം. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷം ഇവ തത് സുഖം രാജസംസ്മൃതം. ആദ്യം തുടക്കത്തില് വളരെ അമൃത തുല്യമായിട്ട് തോന്നും, ഒടുവിൽ വിഷപ്രായമാകും. ഇതാണ് രാജസം. ഇപ്പോഴൊക്കെ പേപ്പറിൽ എപ്പോഴും കാണുന്നതാണ് ഈ കൗമാരക്കാരുടെ കാര്യം. അവര് വെറും ഒരു രസത്തിന് തുടക്കത്തിൽ സുഖമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ചാറ്റിങ്ങിൽ തുടങ്ങും, എന്നിട്ട് പിന്നെ ആത്മഹത്യയില് അവസാനിക്കും.
അതാണ് പറയുന്നത്. ഒടുക്കം വിഷമാവും. ഇക്കാലത്തെ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉള്ള ബന്ധങ്ങൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണിത്. യദഗ്രേച അനുബന്ധേ 39ാമത്തെ ശ്ലോകം. അപ്പൊ 38ാമത്തേല് പറയണത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖം തുടക്കത്തിൽ അമൃതമാണ്, ഈയാമ്പാറ്റയുടെ പോലെ. ഒടുവിൽ പക്ഷേ അത് ജീവൻ തന്നെ എടുത്തു എന്ന് വരും. അതിന് രാജസം എന്ന് പറയുന്നു. 39ാമത്തേല് പറയണത് തുടക്കവും ദുഃഖം, അവസാനവും ദുഃഖം. യദഗ്രേച അനുബന്ധേച സുഖം മോഹനമാത്മന നിദ്ര ആലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. തുടക്കത്തിലും ഒടുവിലും സങ്കടം തന്നെയാണ്, അങ്ങനെയുള്ള കാര്യമാണ്. ആലസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക, വെറുതെ റോട്ടിൽ കൂടെ നായ നടക്കണ പോലെ. നായയെ പറ്റി പറയില്ലേ, നായ നടന്നിട്ട് കാര്യമില്ല, നായക്ക് ഇരിക്കാൻ നേരമില്ല എന്ന് പറയും. അതുപോലെ എന്തോ കാര്യത്തിന് പോകാന്നുള്ള പോലെ ഇങ്ങനെ നടക്കും. കുറെ ദൂരം അങ്ങോട്ട് പോകും, കാണണം കുറച്ച് ആൾക്കാരോട് വർത്താനം പറയും, തിരിച്ചു വെറുതെ വീട്ടിൽ വരും, കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെയുള്ള കാര്യം. തുടക്കത്തിലും ദുഃഖാണ്, മറ്റുള്ളവരുടെ വഴക്കും ചീത്തയും, വെറുതെ ജന്മം നശിപ്പിക്കണമല്ലോ എന്നുള്ള കാര്യം കേൾക്കും. ഒടുവിലും സങ്കടം തന്നെയായിരിക്കും. ഒരു ജോലിയും കിട്ടില്ല, നിരാശനായിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കും. അതാണ് താമസമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത്. 40ാമത്തെ ശ്ലോകം. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുന സത്വം പ്രകൃതിജൈർമുക്തം യഥേഭി ത്രിഭിർഗുണൈ. ഭഗവാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സാത്വികം, രാജസം, താമസം എന്ന് പറഞ്ഞിട്ടുള്ള ആ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കി അല്ലെ. സുഖം എന്താണ്, ജ്ഞാനം എന്താണ്, ദാനം എന്താണ്, ത്യാഗം എന്താണ്, യജ്ഞം എന്താണ് എന്നൊക്കെ പറഞ്ഞു 3 തരത്തിൽ. എന്നിട്ട് പറയാണ് ഈ പൃഥ്വിയിലാവട്ടെ സ്വർഗത്തിലാവട്ടെ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തരായിട്ട് ഒരു ജീവികളും ഇല്ല. ഈ പ്രകൃതി ജനിക്കുമ്പോ തന്നെ നമ്മളെ ഈ ഗുണങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. അത് നമ്മളുടെ ജന്മാന്തര പ്രവൃത്തി അനുസരിച്ച് ചിലർക്ക് സാത്വിക ബന്ധനം, ചിലർക്ക് താമസ ബന്ധനം, ചിലർക്ക് രാജസ ബന്ധനമായിരിക്കും. പക്ഷെ ഭഗവാനോട് അടുക്കുമ്പോൾ ഏറ്റവും താമസനായിട്ടുള്ള ആള് പോലും സാത്വികനായിട്ട് മാറാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് രത്നാകരന്റെ കഥ. രാമായണത്തില് വാൽമീകിയുടെ കഥ പറയുന്നുണ്ടല്ലോ. അതുപോലെ കാട്ടുകള്ളൻ താമസനായിരുന്നു, പിടിച്ചു പറിക്കുക, ആൾക്കാരെ കൊല്ലുക. പക്ഷെ ആ സത്സംഗം ഉണ്ടായപ്പോ പിന്നെ എന്തായി? അവരെന്താ ഉപദേശിച്ചത്? നാമം ജപിക്കാൻ മാത്രമാണ് ഉപദേശിച്ചത്. രാമ എന്ന് പോലും പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, കാടല്ലേ, മരങ്ങളെ കണ്ട് പരിചയമില്ലേ, മര എന്നിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞോളൂ പറഞ്ഞു. അങ്ങനെ ആ ജപത്തിന്റെ ശക്തി കണ്ടോ, അത് മാറി എന്തായി. ഇന്നിപ്പം ഒരു വാട്സപ്പിൽ ഒരു കാര്യം കണ്ടതാണ്. ഒരു ഡോക്ടറാണ്, അയാള് തിരക്കിട്ട് ഏറ്റവും വലിയ ഓങ്കോളജിസ്റ്റ് ആണ്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ് ലോകത്തിലെ തന്നെ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ജോലിക്ക് പോവാണ്. ആ പോണ വഴിക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ ബ്ലോക്ക് വന്നു വഴിയില്. അങ്ങനെ കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു. ഇദ്ദേഹം ഷോർട്ട് കട്ട് എടുത്തിട്ട് പോണ സമയത്ത് കാറ്റും മഴയും ഒക്കെ വന്ന് വഴി തെറ്റി അങ്ങനെ തന്നെയുള്ളൂ കാറിൽ. ഇങ്ങനെ പോണ സമയത്ത് ഒരു വീട് കണ്ടു. ആ വീട്ടിൽ പോയി എന്നാ കാറ്റൊന്ന് ശമിക്കണ വരെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് കയറിയപ്പോ അവിടെ ഒരു അമ്മയും ഉണ്ട്, വയ്യാത്തൊരു കുട്ടിയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഈ അമ്മ ഡോക്ടർ ചോദിക്കും എന്താണ്, ആദ്യം പറയും എനിക്ക് വഴി തെറ്റിയതാണ്, ഈ കാറ്റൊന്ന് ശമിക്കണ വരെ ഞാനിവിടെ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവര് ശരി ഇരിക്കൂ, സന്തോഷമായി വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കും. അപ്പൊ ഈ അമ്മ പറയും എൻ്റെ കുട്ടിക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. ഇതിനെ ചികിത്സിക്കാൻ ഈ ലോകത്തിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ കാണാനോ കൊണ്ടുപോവാനോ ഒന്നും ആരുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രം, ഞാൻ ഒരു ജപിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് ആ ഡോക്ടർ. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അതാണ് ആ പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ ജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഭൂമിയിലോ ഈ സാത്വികന്മാരായിട്ടുള്ളവർ എപ്പോഴും ഇങ്ങനെ ജപത്തിന്റെ ആ സാധ്യതയെ അനുഭവിച്ച് സന്തോഷമായിട്ടിരിക്കും എന്നാണ്.
ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ. ദേവന്മാരുടെ ലോകത്തിലാവട്ടെ ഈ ലോകത്തിലാവട്ടെ ഈ 3 ഗുണമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നറിയുക. 41-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണ. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. കാരണം എന്താന്ന് വെച്ചാല് മുൻപും ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളതല്ല ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്വഭാവങ്ങൾ എന്നുള്ളത്, അല്ലെ, ജാതികൾ എന്നുള്ളത്. നമ്മൾ പറയും ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ ജനിച്ച ബ്രാഹ്മണൻ, താഴെയുള്ള ശൂദ്രന്മാരുടെ വീട്ടിൽ ജനിച്ചാൽ ശൂദ്രൻ. അവർക്ക് എന്നും ഇങ്ങനെ ശൂദ്രനായിട്ട് തന്നെ ഇരിക്കാനാണ് വിധി എന്നാണ് ഇപ്പോൾ ഉള്ളവരൊക്കെ പണ്ടുള്ളവരും ഒക്കെ വിചാരിക്കുക. പക്ഷെ ഭഗവാൻ ആ 4-ാമത്തെ അധ്യായത്തിലും പറഞ്ഞു, ഇല്ലേ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് പിറന്ന വീടിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമ്മൾ വാൽമീകിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആദ്യം അയാള് താമസ ഗുണി ശൂദ്രന്റെ പോലെ ആയിരുന്നു, പക്ഷെ പിന്നീട് ബ്രാഹ്മണനേക്കാളും ഉയർന്നു വന്നു. അതുപോലെ ഇവിടെ പറയുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, ആ 4 തരം ജാതികളാണല്ലോ ഉള്ളത്. ജാതി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സ്വഭാവം എന്നാണ്. അത് കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണ. ഈ പറഞ്ഞ സാത്വിക രാജസ താമസ എന്നുള്ള ആ 4 ഗുണങ്ങൾക്കും അനുസരിച്ച് മാത്രമാണ് ഇന്നാള് ബ്രാഹ്മണൻ, ഇന്നാള് ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നത് അർജുന മനസ്സിലാക്കിയാലും. അല്ലാതെ കാണുമ്പോ തന്നെ അയാള് താഴ്ന്ന ജാതിയാണ് എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. ബ്രാഹ്മണന് ജന്മത്തിൽ ജനിച്ച ആൾക്കാരും എത്രയോ ശൂദ്രനേക്കാളും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നാണ്. 42-ാമത്തെ ശ്ലോകം. ശമോ ദമ തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം. ഏറ്റവും നല്ല സ്വഭാവത്തിനനുസരിച്ചാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണരുടെ സ്വഭാവമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അതെന്തൊക്കെയാണ് എന്നാണ് 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് മുമ്പ് പല പേരില് സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവം, ജ്ഞാനിയുടെ സ്വഭാവം, യോഗാരൂഢന്റെ സ്വഭാവം, ഭക്തന്റെ സ്വഭാവം എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതാ പറഞ്ഞത് 18-ാമത്തെ അധ്യായം ചുരുക്കാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് വിസ്തരിച്ച് പറഞ്ഞത് ഇവിടെ ചുരുക്കി പറയുന്നു. ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്വഭാവം ഉള്ളവരുടെ ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും? ശമം എന്ന് പറഞ്ഞാൽ എന്താ? മനോനിയന്ത്രണാണ്. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുക, അതാണ് ദമം. തപസ്, എന്ത് ചെയ്യുമ്പോഴും വളരെ ശക്തിയോട് കൂടിയിട്ട് തപസ് പോലെ വേണ്ടതുപോലെ ചെയ്യാം. ശൗചം, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള വൃത്തി. ശാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമ. ആർജവം വളരെ നല്ലൊരു ഗുണമാണ്. അകത്തും പുറത്തും ഒരേപോലെയുള്ള ഋജുവായിട്ടുള്ള സ്വഭാവം, യാതൊരു മാലിന്യവും കള്ളത്തരവും ഇല്ലാത്ത സ്വഭാവം, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, അറിവുണ്ടാക്കാനുള്ള ഒരു ശ്രദ്ധ, ശാസ്ത്രങ്ങൾ വേണ്ട പോലെ തന്നെ പഠിക്കുക, ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ജീവിക്കുക, അതൊക്കെയാണ് ബ്രഹ്മകർമ്മ സ്വഭാവജം. ഈ പൂന്താനത്തിന്റെയും പുരൂരമ്മയുടെയും അതുപോലെ എത്രയോ വലിയ വലിയ ആൾക്കാർ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അവരൊക്കെ ഇതുപോലെയായിരുന്നു. ആർജവമുള്ളവര്, അറിവുള്ളവര്. അവരുടെ അറിവ് അങ്ങനെ പുസ്തകം വായിച്ചിട്ടുണ്ടാക്കിയതാവണമെന്നില്ല, വെറും ജപം കൊണ്ട്. ഇപ്പൊ വാൽമീകി എത്രയോ ഗ്രന്ഥങ്ങൾ, എത്ര വിശേഷപ്പെട്ട ഗ്രന്ഥാണ് എഴുതിയത്. അത് ഈ ലോകത്തില് അദ്ദേഹം അങ്ങനെ വാൽമീകത്തിന്റെ പുറ്റിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നപ്പോ കുളിച്ചു വരുന്ന സമയത്താണ് ഒരു വേടൻ ഇണക്കിളികൾ ഇരിക്കണേൽ ഒരെണ്ണത്തിനെ അമ്പയ്യന് കണ്ടത്, അല്ലെ? അപ്പൊ അറിയാതെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ കവി ശ്ലോകാണ്. ശ്ലോകമായിട്ട് വന്നതാണ്. മാനിഷാദ, കാട്ടാള അരുതേ, ഇണക്കിളികളിൽ ഒന്നിനെ കൊല്ലരുതേ, അത് മഹാപാപമാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബ്രഹ്മാവ് വന്ന് നിർദ്ദേശിച്ചു എന്നാണ്. ഈ പറഞ്ഞ അതേ വൃത്തത്തില്
വളരെ നല്ല ഒരു കാവ്യം എഴുതൂ, എല്ലാവർക്കും ഉപകാരാവട്ടെ, ഏറ്റവും നല്ല ധാർമ്മികനായ ഒരു വ്യക്തിയെ ലോകത്തിന് പരിചയപ്പെടുത്തൂ എന്ന് പറഞ്ഞപ്പോ ഈ വാൽമീകി എന്ന് പറഞ്ഞാൽ പുറ്റാണ്, പുറ്റിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ മഹാഋഷി, ഇപ്പൊ കാട്ടാളനുമല്ല കള്ളനും കൊള്ളക്കാരനും ഒന്നുമല്ല, ഋഷിയായി മാറി. അങ്ങനെയുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഇക്ഷ്വാകു വംശത്തിലെ ദശരഥന്റെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിച്ചിട്ടുണ്ട്. ആ ശ്രീരാമന്റെ കഥ എഴുതൂന്ന് പറഞ്ഞു. എന്തെങ്കിലും ജ്ഞാനം കിട്ടിയിട്ടുണ്ടോ? വല്ല ഗുരുവിന്റെ കീഴിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ആ ജപത്തിന്റെ ശക്തി കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് അത്. അങ്ങനെ ശാസ്ത്ര പഠനം അത്ര പ്രധാനമാണ് എന്നാണ് പറയുന്നത്. ശാസ്ത്രം പഠിച്ചില്ലെങ്കിലും കേട്ടാലും മതി, അല്ലെങ്കിൽ ജപിച്ചാൽ തന്നെ നമ്മളുടെ മനസ്സിൽ ആ ഒരു ശക്തി ഉണ്ടാവും. അതാണ് ബ്രാഹ്മണന്റെ സ്വഭാവം. അതുള്ളവൻ ബ്രാഹ്മണനാണ്, ഏതു കുലത്തിൽ ജനിച്ചാലും. ഇനി ക്ഷത്രിയന്റെ ഗുണാണ് 43. ശൗര്യം, തേജോ, ധൃതിർദാക്ഷ്യം, യുദ്ധേ ചാപി പലായനം, ദാനം, ഈശ്വരഭാവശ്ച, ക്ഷാത്രം, കർമ്മ സ്വഭാവജം. ശൗര്യം ഉണ്ടാവും അവർക്ക്, വലിയ ഊർജസ്വലരായിരിക്കും, പരാക്രമശാലികളായിരിക്കും. എന്തെങ്കിലും ഒരു വിഷമം കാണുമ്പോൾ എല്ലാവരും പോവാൻ മടിച്ചു നിൽക്കുമ്പോൾ ഞാൻ പോവാം, ഞാൻ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്നവരാണ് ഈ ക്ഷത്രിയ സ്വഭാവം ഉള്ളവര്. ബലമുണ്ടാവും അവർക്ക്, ധൈര്യം ഉണ്ടാവും, പേടിച്ച് പിന്മാറില്ല, സാമർഥ്യം ഉണ്ടാവും. യുദ്ധത്തിൽ നിന്നും യുദ്ധേച അപി പലായനം, ഒരിക്കലും അവര് തിരിഞ്ഞു ഓടില്ല. പിന്നെ ദാന സ്വഭാവം ഉണ്ടാവും, ഈശ്വരഭാവം, ഭക്തിയും ഉണ്ടാവും. ഇതൊക്കെ ക്ഷാത്രകർമ്മ സ്വഭാവജം ആണ്. ക്ഷത്രിയനാണ് എന്ന് നമ്മളുടെ പരശുരാമൻ കർണനെ തിരിച്ചറിഞ്ഞത് അങ്ങനെയല്ലേ? കർണൻ പരശുരാമന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോയപ്പോ താൻ ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു. കാരണം ക്ഷത്രിയനാണെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കർണൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഒരു ദിവസം മടിയിൽ തലവെച്ച് പരശുരാമൻ കർണന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുമ്പോൾ ഒരു വണ്ട് വന്ന് കർണന്റെ കാലിന്മേൽ വന്നിരുന്ന് തുളച്ചു. ആ രക്തത്തിന്റെ നനവ് തട്ടിയിട്ട് പരശുരാമൻ ഉണർന്നു. പരശുരാമൻ ചോദിച്ചു, ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ സാധിക്കില്ല, നീ ക്ഷത്രിയനല്ലേ? ഇത്രയും ശക്തിയും ധൈര്യവും ക്ഷമയും ഒരു ക്ഷത്രിയനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ക്ഷാത്രബലം എന്ന് പറയുന്നത്. വലിയ ഒരു ധൈര്യം, സഹിക്കാനുള്ള ശക്തി, അതൊക്കെ ക്ഷത്രിയർക്കുടെ ഗുണമാണ്. ആ ഗുണം ഉള്ള ആള് ചണ്ടാല കുലത്തിൽ ജനിച്ചാലും ക്ഷത്രിയനാണ്. ഇനി 44-ാമത്തെ ശ്ലോകം. കൃഷി, ഗൗരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം. രണ്ടും കാര്യം ഇതിൽ പറയുന്നുണ്ട്. വൈശ്യന്മാരുടെ സ്വഭാവം എന്താണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം. അവര് അത് ആ സ്വഭാവം ഉള്ളവര് അത് ചെയ്യാനായിട്ട് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും അവരതിൽ വിജയിക്കും. അങ്ങനെയുള്ള ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നേറുന്ന ആൾക്കാര്, വിജയം കിട്ടുന്ന ആൾക്കാര്, അവര് തീർച്ചയായിട്ടും വൈശ്യരാണ്. ചിലർക്ക് എപ്പോഴും സേവന സ്വഭാവമായിരിക്കും. ഏതെങ്കിലും ഒരു കിളി ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, ഒരു പട്ടിയാവട്ടെ, വയ്യാതെ ഓടിപ്പോവാണെങ്കിൽ അതിനെ എടുത്ത് താലോലിക്കും. അങ്ങനെ മറ്റുള്ളവരെ സേവിക്കുക, അവരെ പരിചരിക്കുക, അതിനായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് ശൂദ്ര സ്വഭാവം ഉള്ളവർ. കൃഷി, ഗൗരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം. ബ്രാഹ്മണൻ പോയിട്ട് കച്ചവടം ചെയ്യാൻ നിന്നാൽ ശരിയാവില്ല. ബ്രാഹ്മണ സ്വഭാവം ഉള്ള ആള് പോയിട്ട് കച്ചവടമല്ല ചെയ്യേണ്ടത്. അതുപോലെ വൈശ്യ സ്വഭാവം ഉള്ള ആള്, കച്ചവട മനസ്ഥിതി ഉള്ള ആള് പോയിട്ട് ശൂദ്രന്റെ പോലെ ഞാൻ സർവീസ് ചെയ്യട്ടെ, കുറച്ച് ഞാൻ സേവ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാലും അവർ വിജയിക്കില്ല. അവർക്ക് പിന്തിരിഞ്ഞു പോരേണ്ടി വരും. 45-ാമത്തെ ശ്ലോകം. സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ നര, സ്വകർമ്മ നിരത സിദ്ധിം യഥാ വിന്ദതി തത് ശൃണു. മനുഷ്യൻ പരമസിദ്ധിയെ പ്രാപിക്കാൻ അവന്റെ സ്വഭാവം എന്താണോ അതിൽ കൂടി അവന്റെ കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം, കേൾക്കുക എന്നാണ്.
ഓരോ ആൾക്കാർക്കും മുന്നേറാനായിട്ട് സാധിക്കും. സ്വധർമ്മം ചെയ്യുക മാത്രമേ വേണ്ടൂ. നമ്മൾ പണ്ട് ഒരു വ്യാധന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. മാംസവിൽപ്പനക്കാരനാണ്, എന്നാലും അത് വേണ്ടതുപോലെ ചെയ്തിട്ട് അയാൾക്ക് മോക്ഷം കിട്ടി എന്നാണ്. അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഹം തേഷാം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് എന്ന് പറഞ്ഞു. അതുപോലെ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞു. നഹി കല്യാണകൃത് കശ്ചിത് ദുഃഖം അവാപ്നുതി എന്ന് പറഞ്ഞു. അതൊക്കെ അവനവന്റെ കർമ്മങ്ങൾ വേണ്ടതുപോലെ ഭഗവാന്റെ ആരാധനയാക്കിയിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ അവരെ ഭഗവാൻ തന്നെ രക്ഷിക്കും എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി 46-ാമത്തെ ശ്ലോകം. യദാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. പൂക്കൾ കൊണ്ടല്ല എന്നെ ആരാധിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? സ്വകർമ്മണ. എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള കർമ്മം, എന്റെ കർമ്മം ഇതാണ്. ഒരു നേഴ്സിന്റെ കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ കർമ്മമാണ്, അല്ലെങ്കിൽ ഓഫീസിൽ ഫയലുകൾ ചെയ്യുന്ന കർമ്മമാണ്, അതല്ലെങ്കിൽ വേണ്ട അടിച്ചു വാരണ തൂപ്പുകാരിയുടെ കർമ്മമാണ്. എന്ത് തന്നെ ആയാലും ആ കർമ്മം ഏറ്റവും നന്നാക്കി അത് ചെയ്യുമ്പോൾ അതാണ് ഭഗവാനുള്ള ആരാധന. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയും ആയ ഭഗവാനെ ആരാധിക്കുക. അങ്ങനെ സ്വകർമ്മങ്ങളിൽ കൂടി, അതായത് കർമ്മം ആരാധന പോലെ ഭഗവാൻ എങ്ങനെയാണോ ഏറ്റവും നന്നായിട്ട് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ആരാധന. സ്വകർമ്മണ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി. അങ്ങനെ ഒരു അർച്ചന പോലെ അവനവന് വിധിച്ചിട്ടുള്ള കർമ്മം ഏറ്റവും നന്നായിട്ട് ചെയ്തു നോക്കൂ. അത് തന്നെ ഭഗവാന്റെ ഒരു ആരാധനയാകും എന്ന് പറഞ്ഞു. ഇനി 47-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. പരധർമ്മം ചെയ്യാൻ പോണ്ട. പണ്ട് നാട്ടിൽ പറയും, ചക്കാനെ കൊണ്ടുപോയിട്ട് നെയ്യാനാക്കാൻ പറ്റില്ല. ചക്ക ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരാളുടെ കുലത്തൊഴിൽ. അപ്പൊ അയാള് പറയാണ്, എനിക്ക് ഈ പണി ഇഷ്ടമല്ല, ഞാൻ നെയ്ത്തുകാരനാവാൻ പോവാണ് എന്ന് പറഞ്ഞു പോയാല് ഒരിക്കലും അവിടെ ശോഭിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ കാര്യം ഞാൻ ചെയ്യേണ്ടതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. അയാൾ ചെയ്യുന്ന കാര്യം നല്ല എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇനി അതാ ചെയ്യാൻ പോണേന്ന് വിചാരിച്ചാല് അവിടെ ജയിക്കില്ല എന്നാണ് പറയുന്നത്. സ്വധർമ്മം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പിഴ പറ്റിപ്പോയി എന്ന് വിചാരിക്കുക, എന്നാലും അതിൽ പാപമില്ല. വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് അതിന് സാധിക്കാത്ത മറ്റൊരാൾ അത് അനുകരിക്കാൻ പോവരുത് എന്നാണ്. കുതിര സവാരി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പശുവിനെ നോക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെ ചെയ്യരുത്. പണ്ട് നമ്മളൊരു കഥ പഠിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളാവുമ്പോ താറാവ് കുട്ടിനെ അനുകരിച്ചിട്ടൊരു കോഴിക്കുട്ടി പോയത്. താറാവ് കൊത്തി തിന്നുമ്പോ കോഴിക്കുട്ടിയും കൊത്തി തിന്നും. താറാവ് നടക്കുമ്പോ നടക്കും, താറാവ് വട്ടം തിരിയുമ്പോ വട്ടം തിരിയും. അപ്പൊ എനിക്ക് താറാവിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ അങ്ങനെ പോവാണ് കോഴിക്കുട്ടി. അവസാനം താറാവ് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും പോയപ്പോ കോഴിക്കുട്ടി അതുപോലെ പോയി എന്താ ഉണ്ടാവുക? അത് ചത്തുപോകും. അതുപോലെ മറ്റൊരാളുടെ ധർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കേണ്ട. നമ്മളുടെ ധർമ്മം എന്താണോ വിധിവശാൽ, അതിനെന്തെങ്കിലും പ്രകൃതി കണ്ടിട്ടായിരിക്കും നമുക്ക് അങ്ങനെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളത് ചെയ്യണം. ഒരാള് ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്, പക്ഷെ അയാൾക്ക് യുദ്ധം ചെയ്യാനാണ് താല്പര്യം. പൂജയ്ക്കും അധ്യാപനം പഠിപ്പിക്കലൊക്കെ ബ്രാഹ്മണരുടെ ധർമ്മമാണ്. അതിനൊന്നും കാരണം അവരാണ് ഇത് പഠിക്കുന്നത്, വേദം പഠിക്കുന്നത്. അത് പഠിച്ചിട്ട് അവരാചരിച്ച് കാണിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കണം. അല്ലാതെ അതിലൊന്നും താല്പര്യമില്ല, എനിക്ക് യോദ്ധാവണം, ഞാൻ മിലിറ്ററിയിൽ ചേരാൻ പോവാണെന്ന് പറഞ്ഞാൽ അയാള് പോയിക്കോട്ടെ, പക്ഷെ അയാൾ ബ്രാഹ്മണ സ്വഭാവമല്ല, അയാൾ ആ വഴിക്കാണ് രക്ഷപ്പെടുക എങ്കിൽ ആവട്ടെ, അയാള് ക്ഷത്രിയ സ്വഭാവം ആവട്ടെ. പക്ഷെ ഈ സ്വഭാവം ആവുക പറ്റാത്തത് ആഗ്രഹിക്കുകയും ചെയ്യുക, അങ്ങനെ ആവരുത് എന്നാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കണം, ഭഗവാനെ എൻ്റെ കടമ ഞാൻ നന്നായിട്ട് ചെയ്തു, എന്നെ അനുഗ്രഹിക്കണം, അങ്ങേക്ക് ഇഷ്ടമാകുന്നത് പോലെ നന്നായിട്ട് ചെയ്യാൻ എനിക്ക്
എന്നെ അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കുക. കുട്ടികൾ കുറച്ച് വലുതാവുമ്പോൾ അവരുടെ എന്താണ് അവരുടെ താല്പര്യം എന്നൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ അവർ വിജയിക്കുന്നത്, ആ വഴി കൂടെ വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കണക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടിയാണ്. എഞ്ചിനീയറിംഗ് കാര്യങ്ങളിലൊക്കെ അതിന് നല്ല താല്പര്യമുണ്ട്. പക്ഷെ അമ്മയുടെ അച്ഛൻ്റെയും വിചാരം അതിനെ ഡോക്ടറാക്കണം എന്നാണ്. പക്ഷെ അതിനത് താങ്ങാൻ പറ്റില്ല. അതിനെ നിർബന്ധിച്ച് MBBS കൊണ്ടുപോയി ചേർത്താൽ കുട്ടി വിഷമിക്കും. അതുപോലെ തന്നെ ഇപ്പൊ വൈശ്യനായിട്ട് ജനിച്ചിട്ടുള്ള ആളാണ്, അയാൾക്ക് കച്ചവടം ചെയ്യാൻ എനിക്ക് പറ്റില്ല. വാങ്ങിയ വിലയേക്കാളും കൂടുതലിന് വിറ്റാലല്ലേ ലാഭം ഉണ്ടാവുള്ളൂ, അതല്ലേ കച്ചവടം. അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാല് അയാൾ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ്, അതാണ് ഈ പറയുന്നത്. ഏതാണോ അവരവർക്ക് ചേരുന്ന പ്രവൃത്തി ആ സ്വഭാവത്തില് ഉറക്കണം, ദൃഢനിശ്ചയത്തോടെ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യണം. അപ്പോഴാണ് അത് പൂജയായിട്ട് മാറുക. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇങ്ങനെയാണ് ആ സിദ്ധി കൈവരുന്നത്. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാത് അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. കർമ്മങ്ങള് അർച്ചനയാക്കുക, അതാണ് സിദ്ധി കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മറ്റുള്ളവരുടെ കർമ്മമല്ല ചെയ്യേണ്ടത്, അവനവന് സ്വഭാവപരമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണോ അതാണ് ചെയ്യേണ്ടത്. 48ാമത്തെ ശ്ലോകം. സഹജം കർമ്മ കൗന്ദേയ സദോഷം അപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേന ധൂമേന അഗ്നിരിവാവൃത. സദോഷം അപി, ചിലപ്പോ നമ്മൾക്ക് ചെയ്യേണ്ടതായ കർമ്മം ദോഷത്തോടു കൂടിയതായിരിക്കാം, എന്നാലും അത് ഉപേക്ഷിക്കരുത്. ഇവിടെ അർജുനനെ ഉദ്ദേശിച്ച് ഭഗവാൻ പറയാണ്, അർജുനൻ പടക്കളത്തിൽ വന്നപ്പോ അർജുനന്റെ കടമ എന്താണ്? യുദ്ധം ചെയ്യണം. അർജുനനെ മാത്രം ആശ്രയിച്ചിരിക്കണ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരൊക്കെ മറന്നിട്ട് അർജുനൻ ഞാൻ സന്യസിക്കാൻ പോവാണ് എന്ന് പറഞ്ഞില്ലേ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ്. സ്വഭാവം പ്രകാരം കിട്ടിയിട്ടുള്ള ധർമ്മത്തില് കർമ്മത്തില് അല്പം ദോഷം ഉണ്ടെങ്കിൽ കൂടി സദോഷം അപി ന ത്യജേത്, അതിനെ വേണ്ടാന്ന് വെക്കരുത്. ഇഷ്ടമില്ലെങ്കിലും നമ്മളുടെ കർമ്മഫലമായിട്ട് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ആ കർമ്മത്തിനെ ചെയ്യുക തന്നെ വേണം. അതിന് കാരണം ഭഗവാൻ പറയാണ്, ധൂമേന അഗ്നിരിവാവൃത. ആദ്യം പുകയൊക്കെ വന്നിരിക്കാം, പക്ഷെ അവസാനം നല്ല തെളിഞ്ഞ ജ്വലിക്കുന്ന അഗ്നി അതിൽ നിന്നും വരും. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലും അപ്പോഴേക്കും മാറിപ്പോകണ്ട, പുക പോയിട്ട് തീർച്ചയായും അഗ്നി തെളിയും. ഇപ്പൊ നമ്മുടെ ഗ്യാസിലൊന്നും പുകയില്ല, പക്ഷെ നമുക്ക് ആലോചിച്ചാൽ അറിയാലോ, പറമ്പിലൊക്കെ തീയൊക്കെ കത്തിക്കുമ്പോ പുക ഇങ്ങനെ കട്ടിയായിട്ട് വന്നേക്കാം, പക്ഷെ അതിൻ്റെ ഉള്ളില് നല്ല അഗ്നി പിന്നെ തെളിയും. അങ്ങനെയാവുമ്പോ അതിൽ തീർച്ചയായിട്ടും വിജയിക്കും എന്നാണ്. ബുദ്ധിമുട്ട് കണ്ടിട്ട് കാര്യങ്ങള് അവനവന്റെ കർത്തവ്യം ചെയ്യാനായിട്ട് മടിക്കാതിരുന്നാൽ ഭഗവാന്റെ കൃപ അവരിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. 49. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഒരു ആഗ്രഹവും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ അസക്തമായിട്ടുള്ള, ആദ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടി ചുരുക്കി പറയാണ്, ഭഗവാന്റെ പരമപുരുഷന്റെ അണുമാത്രമായിട്ടുള്ള ഒരു അംശമാണ് ഞാൻ. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും ഒന്നും ഞാനല്ല, ഭഗവാനാണ് എന്ന് വിചാരിച്ചിട്ട് പ്രവൃത്തികൾ ചെയ്യാം. ഞാനല്ല ഇതം ന മമ ഇതം ന മമ പറഞ്ഞിട്ട് അങ്ങനെ മാറി മാറി പോണതാണ് സന്യാസ സ്വഭാവം. നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ് എന്ന് വിചാരിച്ച് പ്രവൃത്തി ചെയ്യുന്നതാണ് എന്ത്? സന്യാസം എന്ന് അറിയുക. അസക്ത ബുദ്ധി, ഒന്നിലും വലിയ ശക്തിയോട് കൂടാതെ ജീവിക്കുക. ജിതാത്മ, മനസ്സിനെ ജയിച്ച ആളാവുക.
വിഗത സ്പൃഹ, വല്ലാതെയുള്ള ഈ മോഹങ്ങളൊക്കെ ഇല്ലാതാക്കുക. അതിനെ ആണ് ഫലം ആഗ്രഹിക്കാത്ത ആ അവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. 50-ാമത്തെ ശ്ലോകം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠ ജ്ഞാനസ്യ യാ പരാ. എങ്ങനെയാണ് ബ്രഹ്മാവസ്ഥയിലേക്ക് പോവുക എന്ന കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം അർജുന, അത് നീ കേട്ട് മനസ്സിലാക്കുക എന്നാണ്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കേൾക്കാം. 51-ാമത്തെ മുതലുള്ള ശ്ലോകങ്ങൾ. ആകെ ഈ അധ്യായത്തില് 78 ശ്ലോകമാണുള്ളത്. അപ്പം ഈ 18-ാമത്തെ അധ്യായം 17 അധ്യായവും പറഞ്ഞു കഴിഞ്ഞ ഒരാളോട് ഭഗവാൻ മനസ്സിലായില്ലേ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. നമ്മളെ പൊക്കി കൊണ്ടുവരിക, ഭഗവാനിലേക്ക് എത്തിക്കുക. ഒരു കുമിള എപ്പോഴും പറയണത് തന്നെയല്ലേ, സമുദ്രത്തിന്റെ വെള്ളത്തിൽ നിന്നും വിട്ടുപോന്നിട്ടുള്ള ആ കുമിള ഒറ്റയ്ക്ക് നിന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി പോകും. നേരെ മറിച്ച് അത് സമുദ്രത്തിനോട് ചേരുമ്പോൾ അത് ആ വലിയ സമുദ്രത്തിന്റെ തന്നെ ഒരു ഭാഗമായി പോകും. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ പൂർവജന്മങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ആ ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഓരോ അനുഭവങ്ങളിൽ കൂടെ കത്തിച്ച് കത്തിച്ച് ഇല്ലാതാക്കി ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേർത്താനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഓരോ വഴികളാണ് ഈ പറഞ്ഞു തരുന്നത്. താമസ സ്വഭാവം പറയുന്നത് എന്തിനാ, അങ്ങനെ ആവരുത് എന്ന് പറയും. എന്നിട്ട് മെല്ലെ സാത്വിക സ്വഭാവം ആവണം. അത് ഇന്ന കാര്യം, ഭക്ഷണം എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയാണ്, എല്ലാ കാര്യവും ഭഗവാൻ പറഞ്ഞു തരാണ്. അങ്ങനെ നമ്മൾ അതാവാനായിട്ട് ശ്രമിച്ചാൽ ഭഗവാനോട് അടുക്കാം, നമ്മുടെ ജന്മം സഫലമാകും. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ.